ഗ്രാൻഡിഡുക്കി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് റവവടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റവ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ റവയാണ്. ഈ റവ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് വറുത്ത റവയാണ് കേട്ടോ. വറുത്ത റവയോ വറക്കാത്ത റവയോ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് നമുക്ക് ചേർക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ സബോള കൊത്തി അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകുമാണ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ ഇത് നമ്മുടെ കായപ്പൊടിയാണ്. അപ്പോൾ ആ പാകത്തിന് വെള്ളവും വേണം. ഇത്ര ചേർത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിലൊന്ന് തീ കത്തിച്ച് നമ്മുടെ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ തേങ്ങ വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇത് ലേശം ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ ചട്ടിയിൽ നമുക്ക് എടുക്കാം. ശകലം ഒന്ന് തീ കൂട്ടി വെച്ച് ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. നമ്മുടെ തേങ്ങ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഇതൊന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതൊന്ന് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ സബോളയും ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം നമ്മളിതിലേക്ക് വെള്ളത്തോട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നമുക്കല്ലേ വെള്ളം തിളച്ചതിന് ശേഷം കേട്ടോ നമ്മളിത് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും നമ്മുടെ പച്ചമുളക് അരിഞ്ഞും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ലേശം ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു ശകലവേ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. റവയുടെ കളറൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കുമാണ് നമ്മുടെ റവ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ റവ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. റവയുടെ അളവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവേ. വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് റവ ഇവിടെ നിന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തണുത്ത് ലേശം ഒന്ന് ഇളക്കി നമുക്കിനി കൈ കൊണ്ടൊന്ന് ഇളക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് തണുത്ത് വരുന്നവരെ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് 5 മിനിറ്റ് വെക്കാം. അപ്പോൾ റവ ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടൊന്ന് ആറി വന്നു കേട്ടോ. അപ്പോഴത്തേനും ചൂടോടുകൂടി തന്നെ നമ്മൾ ശരിയാക്കണേ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടിയാണ്. ലേശം കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അല്ല നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിട്ട് നമ്മുടെ തേങ്ങയില്ലേ, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ അടുപ്പിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി ഒന്ന് വറുത്ത് കോരണം. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ റവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കില്ല, ആ പരുവത്തിൽ ഒന്ന് എടുത്ത് ചെറിയ ബോളാക്കി എടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ ഒരു ശകലം സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും തടവി കഴിഞ്ഞ് എളുപ്പമുണ്ടാവും. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ അങ്ങ് പരത്തി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവടയൊക്കെ പോലെ തന്നെ നമുക്കതൊരു തുളയൊക്കെ വേണ്ടെന്ന് എടുക്കുക. അതും കൂടെ നമുക്കിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഈ മാവെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിലൊന്ന് റെഡിയാക്കി നമുക്ക് നമ്മുടെ റവ ഉഴുന്നുവട എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു.
റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകില്ല. അതുകൊണ്ട് നമുക്കത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. കാരണം നമ്മൾ റവ ഓൾറെഡി വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇതാ നമ്മുടെ റവവട ഇതുണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. ഇതുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് വേണം തീ കൂട്ടി വെച്ചിട്ട് കേട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒത്തിരി പിടിക്കുകയല്ല നേരം. ഇനി നമുക്ക് ഓരോന്നും അതിനകത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റവവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലത് കണ്ടോ, നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ റവവട ഇവിടെ റെഡിയായി വന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ